ഗൈസ് ഇന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനേക്ക് വന്നതാണ്, കല്യാണത്തിന് വന്നതാണ്. നിങ്ങൾ വിചാരിക്കും എന്നും കല്യാണം തന്നെയാണെന്നല്ല, അങ്ങനെയല്ല കേട്ടോ. ചിലപ്പോൾ ഒക്കെ ഇൻവൈറ്റേഷൻ കിട്ടും, അപ്പോൾ നമ്മൾ വിളിച്ച കല്യാണത്തിന് വരാതിരിക്കുന്ന മോശമല്ല എന്ന് വിചാരിക്കും വരുന്നതാണ്. ഹൈദരാബാദിൽ ഓൾഡ് സിറ്റി ഭാഗത്താണ് കേട്ടോ ഈ ഫംഗ്ഷൻ ഹാളുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഫംഗ്ഷൻ ഹാളാണ്. എനിക്ക് തോന്നുന്നു നിസാമിൻ്റെ കാലത്തുള്ളതാണെന്ന്, കാരണം അന്നത്തെ ബിൽഡിങ്സുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഈ ബിൽഡിങ്ങിന്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരുപാട് ഏരിയ ഉണ്ട് പാർക്കിങ്ങിന്. ഇനി നമുക്ക് ഉള്ളോട്ട് പോയി നോക്കാം. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഞങ്ങൾ കുറച്ച് മുന്നേ എത്തിയെന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി വളരെ ലേറ്റായിട്ടാണ് കല്യാണം നടക്കാറ്. രാത്രി കല്യാണം 10-12 മണിയാകുമ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ കാണുന്ന ലൈൻ എന്ന് വെച്ചാൽ പുതിയാപ്പിളനെ മുലാഖാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ലൈനാണ് ഗസ്റ്റുകൾ. അപ്പോൾ ഗൈസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഫുഡ് സ്റ്റാർട്ടായിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനും തന്നെ ഒരു സ്ഥലം തേടി തപ്പിയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന് ഇരുന്ന് കൊടുത്താൽ മതി, ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പൊതുവേ ഹൈദരാബാദി കല്യാണത്തിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഹലീമാണ്. ഹലീം മട്ടൻ്റെതായിരിക്കും അല്ലെങ്കിൽ ചിക്കൻ്റെത്. അതിനോടൊപ്പം തന്നെ സൂപ്പ് ഉണ്ടാവും, മട്ടൻ സൂപ്പും അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും. അതിനുശേഷം പിന്നെ സ്റ്റാർട്ടേഴ്സ് ഐറ്റംസ് കൊണ്ടുവന്ന് തരും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ഐറ്റംസ് കറികൾ, അതേപോലെ ചപ്പാത്തി, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റിൽ നമുക്ക് ബിരിയാണി കൊണ്ടുവന്ന് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വീറ്റ്സ്, ഐസ്ക്രീം, പിന്നെ ഖീർ, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. പൊതുവേ മധുരം എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതാ കുറച്ചെടുത്ത് കഴിക്കുന്നുള്ളൂ. ഫുഡ് സെക്ഷൻ കണ്ടില്ല, ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഒരുപാട് പേര് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. ഇത് പുതിയാപ്പിള ടീമിനാണ് കേട്ടോ. ഇത് ഇവിടുത്തെ എല്ലാ കല്യാണത്തിനും പതിവാണ്. അവർക്ക് സ്പെഷ്യൽ ടേബിൾ ഉണ്ടാവും. അതേപോലെ തന്നെ പുതിയണ്ണിൻ്റെ ടീമിനും പുതിയാപ്പിള ടീമിനും. ഇത് ലാസ്റ്റ് ടൈമിനാണ് ഇവർക്ക് ഇത് വിഭവങ്ങൾ വിളമ്പുന്നത്. കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത് ഒരുപാട് വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരുവിധം ഏരിയ, പാർക്കിംഗ് ഏരിയ ഫുള്ളായിട്ടുണ്ട്. ഗൈസ് ഈ കാണുന്ന തിരക്ക് മറ്റൊന്നുമല്ല കേട്ടോ, പാനിൻ്റെതാണ്. പാന് മീൻസ് ഇവിടെ ഹൈദരാബാദിലെ എല്ലാ കല്യാണത്തിനും പാന് മസ്റ്റാണ്. എല്ലാവിധ ഫ്ലേവറിലുള്ള പാനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കഴിക്കാനാണ് ഇവിടെ ആൾക്കാർ തിങ്ങി നിൽക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇത് പാൻ്റെതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചായ, നോർമൽ ടീ ഉണ്ട്, അതേപോലെ തന്നെ ലെമൺ ടീ ഉണ്ട്. അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്ലേവർ എന്ന് വെച്ചാൽ ലെമൺ ടീ ആണ് നമുക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ലെമൺ ടീ സ്വയം തന്നെ ക്രിയേറ്റ് ചെയ്ത് കുടിക്കാൻ നോക്കുകയാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കഴിച്ചിട്ടോ, നല്ല കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കല്യാണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കല്യാണം അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും കാണാം. അതുവരെയും അല്ലാഹ് ഹഫീസ്.